എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഏതെല്ലാം രോഗങ്ങൾക്കാണ് ചികിത്സാ കവറേജ് ലഭിക്കുന്നതെന്നും ഏതെല്ലാം രോഗങ്ങൾ ഈ ചികിത്സാ കവറേജിൽ ഉൾപ്പെടുന്നില്ല എന്നും ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് വിവരങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും നാഷണൽ ഹെൽത്ത് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം മേൽപ്പറയുന്ന രോഗങ്ങൾക്ക് നമുക്ക് ഇത് മുഖേന ചികിത്സാ കവറേജ് ലഭിക്കുന്നതല്ല. പ്രധാനമായിട്ടും ദന്ത ചികിത്സയ്ക്ക് ഈ ചികിത്സയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കവറേജ് നമുക്ക് ലഭിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ വന്ധ്യതാ ചികിത്സയ്ക്കും ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി മുഖേന നമുക്ക് കവറേജ് ലഭിക്കുന്നതല്ല. സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയകൾക്കും ചികിത്സാ കവറേജ് ലഭിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് ഈ വ്യവസ്ഥകൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിശദീകരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് എന്നത് വിനാശകരമായിട്ടുള്ള ആരോഗ്യ ചിലവുകൾ, ആശുപത്രിയിൽ പ്രവേശിപ്പിക്കലും തീവ്ര പരിചരണവും ആവശ്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള അവസ്ഥകൾ ലക്ഷ്യം വയ്ക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പതിവ് സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത് ജനസംഖ്യയിൽ ഏറ്റവും വലിയ വിഭാഗത്തിന് ഇത് മുഖേനയുള്ള ചികിത്സാ കവറേജ് ലഭിക്കുന്നതിനും പദ്ധതി ഈ വിഭാഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും നമുക്കിതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ കവറേജ് പരിരക്ഷ ലഭിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ കവറേജിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ പോർട്ടൽ മുഖേന പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ആശുപത്രിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് നിലയും ചികിത്സയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളും ഇത് മുഖേന നമുക്ക് ലഭിക്കുന്നതാണ്. ഈ സ്കീമിന് കീഴിൽ ഈ നടപടിക്രമം നമുക്ക് മനസ്സിലാക്കി യോഗ്യമാണോ എന്ന് സ്ഥിരീകരിക്കുവാൻ നമ്മുടെ ഡോക്ടറെ സമീപിച്ച് നമുക്ക് നടപടിക്രമങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പരിരക്ഷയില്ലാത്ത ചിലവുകൾക്കായി നമുക്ക് മറ്റ് സാമ്പത്തിക മാർഗങ്ങളോ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്ററി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി മുഖേന നമുക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സ്കീമിൽ നമുക്ക് ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് ചികിത്സാ കാര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ടും പൊള്ളൽ ചികിത്സയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് മുഖേന നമുക്ക് കവറേജ് ലഭിക്കുന്നതാണ്. കാർഡിയോളജിക്ക് പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഇത് മുഖേന കവറേജ് ലഭിക്കുന്നതാണ്. ജനറൽ മെഡിസിനും ശസ്ത്രക്രിയയും കവറേജ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിനും കവറേജ് ഉണ്ട്. മാനസികാരോഗ്യ ചികിത്സയ്ക്കും നവജാത ശിശു സംരക്ഷണത്തിനും നാഡീ ശസ്ത്രക്രിയയ്ക്കും പ്രസവ ശസ്ത്രക്രിയ, ഗൈനക്കോളജി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നേത്ര രോഗം, അതോടൊപ്പം തന്നെ ഓർത്തോപീഡിയാക്സ്, അതോടൊപ്പം തന്നെ പീഡിയാട്രിക് മെഡിസിനും ശസ്ത്രക്രിയയും പ്ലാസ്റ്റിക് സർജറി മുഖേനയുള്ള ശസ്ത്രക്രിയ മാർഗനിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് സർജറി മുഖേനയുള്ള ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ, പോളിട്രോമ പരിചരണം, റേഡിയേഷൻ ഓങ്കോളജി, യൂറോളജി, പീഡിയാട്രിക് ക്യാൻസർ വിഭാഗം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കിവിടെ കവറേജ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അപേക്ഷ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. pmjoi.government.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഈ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രൂഫ് നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കുടുംബ വിവരങ്ങൾ, നമുക്ക് ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എല്ലാം തന്നെ ഇവിടെ ആവശ്യമായിട്ട് വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്കിവിടെ ഒരു ക്യാപ്ച നമുക്ക് പൂരിപ്പിച്ച് നൽകേണ്ടി വരുന്നതാണ്. തുടർന്ന് നമുക്കിവിടെ ഒരു OTP ജനറേറ്റ് ചെയ്ത് നമുക്ക് നൽകേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനം തിരഞ്ഞെടുത്ത് നൽകേണ്ടതാണ്. നമ്മുടെ റേഷൻ കാർഡ് നമ്പറോ അല്ലെങ്കിൽ മറ്റ് അംഗീകൃത രേഖകളോ നമുക്കിവിടെ ഉപയോഗിച്ച് യോഗ്യത ഇവിടെ പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. യോഗ്യതയുണ്ടെങ്കിൽ നമ്മുടെ പേര് ദൃശ്യമാകും. നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റ് വിവരങ്ങളും ഇവിടെ നമുക്ക് ദൃശ്യമാവുന്നതാണ്. പരിശോധിച്ച് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മുടെ PMJOI ഈ കാർഡ് മുഖേന നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ട് നമ്മൾ ചികിത്സയ്ക്ക് നമ്മൾ പുറപ്പെടുന്ന മുമ്പേ തന്നെ നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്ക് പോർട്ടൽ മുഖേന പരിശോധിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചികിത്സയും നമുക്ക് കവറേജ് ലഭിക്കുന്ന ചികിത്സയും കാര്യങ്ങളും ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.